Good morning, guys. Welcome to a brand new video. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ചെറിയൊരു സ്കിൻ കെയർ ചെയ്യും. അപ്പോൾ ഞാൻ ഫേസ് വാഷിന് വേണ്ടി ഉപയോഗിക്കുന്നത് സെറ്റാഫിലാണ്. ഞാൻ ഒരു 1.5-2 കൊല്ലമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ്. അടിപൊളി ഫേസ് വാഷാണ്. നിങ്ങൾക്ക് ഇപ്പോൾ മേജറായിട്ട് എന്തെങ്കിലും സ്കിൻ പ്രോബ്ലംസും കാര്യങ്ങളൊന്നുമില്ല, ഒരു ജെൻറ്റിൽ ഫേസ് വാഷാണ് നിങ്ങൾ നോക്കണമെങ്കിൽ സെറ്റാഫിലിൻ്റെ ഫേസ് വാഷ് അടിപൊളിയാണ്. പിന്നെ കിച്ചണിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ഔട്ട്ഡോർ സ്പേസ് ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അത് നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു സ്പേസാണ്. അപ്പോൾ രാവിലെ അവിടെ ചെന്ന് നോക്കുകയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ചെന്ന് ഇരിക്കാനുള്ള ടൈമൊന്നും കിട്ടാറില്ല, ജസ്റ്റ് അവിടെ നിന്ന് നോക്കും. പിന്നെ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകും. അപ്പോൾ എൻ്റെ വീഡിയോസ് സ്ഥിരമായി കാണുന്നവർക്കറിയാം, ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് യോഗേർട്ട് ഫ്രൂട്ട് ബൗൾ വിത്ത് ചിയ സീഡ്സ്. അപ്പോൾ അതിൽ ഞാൻ മോസ്റ്റ്ലി ഞാൻ ഉപയോഗിക്കുന്നത് ഗ്രേപ്സ് ആണ്. പിന്നെ ഇത് ഞാനൊരു ചിയ സ്മാഷ് പുഡിങ് വാങ്ങിച്ചതാണ് ഈ അടുത്ത്, ഹോളണ്ട് ആൻഡ് ബാരറ്റ് എന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ചിയ സീഡ്സ് സോക്ക് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നമുക്കിതിങ്ങനെ ഒരു പുഡിങ് പോലെ നമുക്ക് നമ്മുടെ ബൗളിലിട്ട് കഴിക്കാം. പിന്നെ ഞാൻ എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഡേക്കുള്ള ലഞ്ചും കൂടെ പ്രിപ്പയർ ചെയ്ത് വെക്കും. അപ്പോൾ ജസ്റ്റ് ഓഫീസിൽ പോയിട്ട് അത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാമല്ലോ. അതുപോലെ തന്നെ രാവിലത്തെ ഒരു റഷ് മാറ്റാനായിട്ട് ഞാൻ തലേ ദിവസം തന്നെ നെക്സ്റ്റ് ഡേക്കുള്ള ഡ്രസ്സ് ഒന്ന് എടുത്ത് വെക്കും. So it's time for shower. See you later. അങ്ങനെ ചെറിയൊരു കുളിയൊക്കെ പാസ്സാക്കി ഞാൻ പിന്നെ രാവിലെ തല അങ്ങനെ കുളിക്കാറില്ല. പിന്നെ നേരെ നമുക്ക് കുറച്ച് സ്കിൻ കെയർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ യൂസ് ചെയ്യണത് ഒരു ടോണറാണ്. ഇത് ബേസിക് ആയിട്ടുള്ളൊരു സ്കിൻ കെയർ ആണ്. പിന്നെ ഞാൻ ഒരു സിറം യൂസ് ചെയ്യും, നിയാസിനുമായിട്ടാണ് ഞാൻ രാവിലെ യൂസ് ചെയ്യാറ്. പിന്നെ അത് കഴിഞ്ഞ് മോയ്സ്ചറൈസർ, അതാണ് എൻ്റെ ഒരു ബേസ് സ്കിൻ കെയർ. അത് തന്നെ ചെയ്യുമ്പോൾ തന്നെ സ്കിന്നിന് ഭയങ്കര ചേഞ്ച് വരുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ എൻ്റെ ഒരു ഗോ ടു മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. ഞാൻ ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യാറില്ല. കൺസീലർ, പിന്നെ ഐബ്രോ ഒന്ന് ടച്ചപ്പ് ചെയ്യും, ബ്ലഷ്, ലിപ്സ്റ്റിക്, ഇതാണ് എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മേക്കപ്പ്. അത് തന്നെയാണ് ഞാൻ സ്ഥിരം ചെയ്യാറ്. പിന്നെ സ്ഥിരം ചെയ്ത് ഞാൻ അതിലൊരു പ്രോയായി. പിന്നെ അത് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്, അധികം ടൈം കൺസ്യൂമിങ് അല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അത് തന്നെയാണ് ചെയ്യാറ്. ഓഫീസിലേക്ക്. സോ ഇനി നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതൊരു മെറൂൺ ബോഡി സ്യൂട്ട്, പിന്നെ ഒരു പിൻസ്ട്രൈപ്പ് നേവി ബ്ലൂ ട്രൗസേഴ്സാണ്. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി. സോ ഐ ഗോട്ട് റെഡി. ഞാൻ എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. I love this look. അപ്പോൾ ഇതിന് ഞാൻ ഗോൾഡൻ ആക്സസറീസ് വെച്ചിട്ടാണ് സ്റ്റൈൽ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ വ്ളോഗ് ചെയ്ത് കുറച്ച് ടൈം ലേറ്റായി. സോ ഐ ഹാവ് ടു ഗോ നൗ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഒരു 30-35 മിനിറ്റ്സ് ആണ് എനിക്ക് നടക്കാനുള്ള ദൂരം. ചിലർക്കത് കുറച്ച് കൂടുതലായിട്ട് തോന്നും, പക്ഷേ ഐ ലവ് വാക്കിംഗ്. അതുകൊണ്ട് ഒരു 45 മിനിറ്റ്സ് 1 hour എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഒരു കുഴപ്പമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഞാൻ പോണ വഴിക്ക് ഒരു ഷോപ്പുണ്ട്, നിസ എന്ന് പറഞ്ഞിട്ട്. അവിടെ ഞാൻ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് വാങ്ങും. അപ്പോൾ വിശന്ന ടൈമിൽ കഴിക്കാമല്ലോ. അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്തി ഓപ്ഷൻസ് കയ്യിലില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ വാരി വലിച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസ് മുന്നേ കാണുന്നവരാണെങ്കിൽ അറിയാം, ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു IT കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്തു.
അപ്പോൾ എനിക്ക് പല ഷിഫ്റ്റ് പാറ്റേൺസ് ഉണ്ട്. ഇന്നത്തെ ഷിഫ്റ്റ് ഒരു 9:30 ഷിഫ്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ എനിക്ക് മാനേജർക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട കുറച്ച് അർജൻറ്റ് വർക്കുകളുണ്ട്. അതാണ് ഞാൻ ഫസ്റ്റ് ഹാഫിൽ ചെയ്യാറ്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിരിക്കും ഫസ്റ്റ് ഹാഫിനേക്കാളും. ഞാനെന്താണ് ഈ മുകളിലേക്ക് നോക്കിയിരുന്ന് വർക്ക് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടാവും. എനിക്ക് ആക്ച്വലി 3 സ്ക്രീൻസ് ഉണ്ട് നോക്കാനായിട്ട്, അതുകൊണ്ടാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ആ മിററിൻ്റെ അവിടെ വന്ന് നോക്കിയെങ്കിൽ ഒരു സമാധാനമില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ അവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ഇതൊക്കെയാണ് എൻ്റെ പരിപാടി. ഈ മിറർ എന്നല്ല, എനിക്ക് പൊതുവേ മിററിനോട് ഭയങ്കര ഒബ്സഷനാണ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ലഞ്ച് ഏരിയ. അവർ ടേബിൾസും ചെയർസും അങ്ങനെ കുറച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പൂൾ ടേബിൾ, പിങ് പോങ് ഇതൊക്കെ കളിക്കാനുള്ള ഓപ്ഷനുണ്ട്. ഞാനങ്ങനെ കളിക്കാറില്ല, ബേസിക്കലി എനിക്കത് കളിക്കാൻ അറിയില്ല, അതുകൊണ്ടാണ്. പക്ഷെ അവിടെ സ്ഥിരം വന്നിട്ട് കളിക്കണവരുണ്ട്. പിന്നെ എൻ്റെ ഫുഡ് ഞാൻ കൊണ്ടുവന്ന് ഞാനിങ്ങനെ ഓവനിൽ ഹീറ്റ് ചെയ്യും. പിന്നെ അവർ ബേസിക്കായി നമുക്ക് വേണ്ട ഐറ്റംസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ടോസ്റ്റർ, മൈക്രോവേവ്, ഡിഷ് വാഷർ, ഫ്രിഡ്ജ്, പിന്നെ അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ്, ഇപ്പോൾ ബ്രെഡ്, ജാം, പിന്നെ കോഫിക്ക് വേണ്ട എല്ലാ ഐറ്റംസും, ഫ്രൂട്ട്സ്, ഇങ്ങനെല്ലാം അവർ നമുക്ക് വേറെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ലഞ്ച് ബ്രേക്ക് പൊതുവേ 1 hour. ഇന്ന് തിരക്കില്ല അവിടെ, പക്ഷേ സാധാരണ നല്ല തിരക്കുണ്ടാവാറുണ്ട്. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ടച്ചപ്പ് നിർബന്ധം. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ നിർബന്ധപൂർവ്വമായി ചെയ്യണ കാര്യമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. ഞാൻ പലപ്പോഴും മറന്നു പോണ ഒരു കാര്യമാണ്, പക്ഷേ അതുകൊണ്ട് പല പ്രോബ്ലംസും വരാറുള്ളത് കൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് വെള്ളം കുടിക്കാനായിട്ട് നന്നായി ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഇടയ്ക്ക് ഡെസ്കിൽ നിന്ന് എണീറ്റ് നടക്കുക എന്നുള്ളത് ഇവർ റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമാണ്. കാരണം നമ്മളൊരു 8-9 hours ഇരുന്ന് വർക്ക് ചെയ്യണതല്ലേ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വ്യൂ ഒക്കെ കാണാനായിട്ടും. UK എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൈ ആണ്. കാരണം ഭയങ്കര ബ്ലൂ ക്ലിയർ ആയിട്ടുള്ള സ്കൈ ആണ്, കണ്ടോ. അപ്പോൾ ഇന്നത്തെ വർക്ക് ടൈമൊക്കെ കഴിഞ്ഞു, വീട്ടിൽ പോകാറായി. സോ സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.